ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുകൊണ്ടിപ്പോൾ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാല്ലേ. അങ്ങനെ നമ്മുടെ ബബിത ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഹരിയുടെ മുമ്പിൽ. ഹരി പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, എനിക്ക് ഞാൻ പറയുന്നത് തന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും പുറത്തു വിടാൻ പോകുന്നില്ല, ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. ഇത് കേട്ടിട്ട് ഹരിയേട്ടാ, എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്ത് വേണമെങ്കിലും, ഗോൾഡ് അല്ലെങ്കിൽ പിന്നെ പൈസ, എന്ത് വേണമെങ്കിലും. കുറച്ച് കഴിയുമ്പോൾ നീ എന്റെ റൂമിലേക്ക് വാ, അപ്പൊ ഞാൻ പറയാം എന്ത് വേണമെന്ന്. ഏതായാലും നമ്മുടെ ബബിത ഓർത്തിരിക്കുന്നത് വേറൊന്നുമല്ല, ഹരി ഗോൾഡോ അല്ലെങ്കിൽ പിന്നെ പൈസയോ ഒക്കെ ചോദിക്കുന്നതാണ്. ഏതായാലും ഒരു ചങ്കിടുപ്പോട് കൂടി നമ്മുടെ ബബിത ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്ന് റൂമിലേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് രോഹിത് കയറി വരുന്നത്. രോഹിത് കയറി വന്ന് ബബിത ഒരു ഒറ്റ ഇടി ഇടിക്കുകയാണ് കേട്ടോ. ബബിത ഇടിച്ചത് പോലും അറിഞ്ഞില്ല. ഏതായാലും ബബിത ഇടിച്ചത് പോലും അറിയാത്തത് കൊണ്ട് രോഹിത് ചോദിച്ചു, ഇതെന്താ ബബിത, നീ ഇതെന്താ നിലാവത്തടിച്ചു വിട്ട കോഴിയെ പോലെ ഇങ്ങനെ പോകുന്നത്? അപ്പോഴത്തേക്കും ബബിത ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ബബിതേ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്താ കരഞ്ഞോ? അത് പിന്നെ ഒന്നുമില്ല, ഞാൻ റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും പറയാതെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ രോഹിത് ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് നോക്കാണ്, എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ഇതെന്താ പറ്റിയത്? അപ്പൊ ഹരി റൂമിലുണ്ട്. ഹരിയുടെ അടുത്തേക്ക് പോവാണ്. ഹരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ രോഹിത് ചോദിച്ചു, അല്ല ഹരി, നീ ഇതെവിടെയായിരുന്നു? നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. ഞാനൊരു ഇൻവെസ്റ്റിഗേഷനുമായിട്ട് പോയേക്കുമായിരുന്നു. ഇൻവെസ്റ്റിഗേഷനോ? എന്ത് ഇൻവെസ്റ്റിഗേഷൻ? നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് ഇതിന്റെ ഇടയിൽ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ഉണ്ട്. കുറച്ചു പേരെ ട്രാപ്പിലാക്കണമെങ്കിൽ അതൊക്കെ വേണമെന്നേ. ട്രാപ്പിലാക്കാനോ? ആരെ ട്രാപ്പിലാക്കാന്? ആ ഒരു ഒരു കോളൊത്ത് കിട്ടിയിട്ടുണ്ട്, പറ്റിയ ചാൻസാ, അതും കൊണ്ട് മിസ്സാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ നടത്തി പൂർത്തിയാക്കിയത്. ഞാൻ സക്സസ് ആയി. ഇനിയിപ്പം എന്റെ ദിവസം എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ലല്ലോ. നിന്നെ ഒന്നും പിടികിട്ടുന്നില്ലല്ലോ ഹരി. പിടികിട്ടത്തില്ല. നിനക്ക് എന്തറിയാം? നീ വെറും പീറപ്പയ്യനോ? നിനക്ക് നിന്റെ ബെസ്റ്റിയുമായിട്ട് കറങ്ങി നടന്നാൽ മതിയല്ലോ. നിനക്ക് വേറൊന്നും അറിയണ്ടല്ലോ. അവളെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കല്ലേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഒരു ബെസ്റ്റി ഒന്നും പോരാ. ഇന്നൊരു ബെസ്റ്റി, നാളെ ഒരു ബെസ്റ്റി, മറ്റന്നാളൊരു ബെസ്റ്റി. എന്റെ പോളിസി അതാണ്. നിന്റെ പോളിസി അതാ. ഈ രണ്ട് വള്ളത്തെ കാലുകുത്തി കഴിഞ്ഞാലേ ഒരിക്കലും അത് മറിഞ്ഞു വീഴും. അങ്ങനെ മറിഞ്ഞു വീഴാതെ സൂക്ഷിച്ചോണേ. ഓ, അല്ല, നിന്റെ അച്ഛൻ മറിഞ്ഞു വീണത് കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അപമാനിക്കുന്ന രീതിയിൽ തന്നെ ഹരി ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രോഹിത്തിന് പറയാനൊന്നുമില്ല. രോഹിത് എന്ത് പറയാനാ? രോഹിത് മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. ശരിയാണ്, അച്ഛൻ രണ്ടു വള്ളത്തെ കാലുകുത്തി മറിഞ്ഞു വീണെന്ന് ഓർത്തിട്ടാണല്ലോ അമ്മ രണ്ടു വള്ളത്തെ കാലുകുത്തിയെന്ന് ഈ പറയുന്ന രോഹിത്തിന് അറിയില്ലല്ലോ. ഏതായാലും രോഹിത് കേട്ട പതി കേൾക്കാത്ത പതി ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ അത് കളഞ്ഞു. ഏതായാലും ബബിതയെ പിന്നെയും കാണിക്കുന്നുണ്ട്. ബബിത ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. റൂമിൽ ചെന്നിരുന്ന് ബബിത പൊട്ടി കരയുക. ഇനിയിപ്പോ എന്ത് ചെയ്യും ഈശ്വര, എനിക്കൊന്നും അറിയില്ലല്ലോ, ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഏതായാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ബബിതയുടെ കാമുകനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബബിതയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, എന്ത് വേണമെങ്കിലും കൊടുത്ത് ആ വീഡിയോ ഡിലീറ്റ് ആക്കുക. അതിനിപ്പോ എന്താ പേടിക്കുന്നത്? അല്ല, നിന്റെ കയ്യിലൊക്കെ പൈസ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ അത് കൊടുത്ത് ഡിലീറ്റ് ആക്കിയാ പോരെ? അങ്ങനെ വല്ലതും ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാമുകനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഒത്തിരി അങ്ങോട്ട് പേടിയില്ല ബബിതയ്ക്ക്. കാരണം അതെന്തെങ്കിലും കൊടുത്ത് ഡിലൈറ്റ് ആക്കി കളയാം എന്നൊരു ചിന്തയുണ്ടല്ലോ. ഇപ്പൊ പൈസയോ സ്വർണ്ണമോ കൊടുത്താല്, ഇപ്പൊ നമ്മുടെ ബബിതയുടെ ദേഹത്ത് ഉള്ള സ്വർണം വല്ലതും കൊടുത്താലൊക്കെ മതിയെന്നാണ് ആ ഒരു ചിന്തയാണ് ബബിതയ്ക്കുള്ളത്. അപ്പൊ ബബിതയ്ക്ക് അത്രയും ടെൻഷൻ ആ ഒരു സമയത്ത് വരുന്നില്ല. കരയുന്നുണ്ട്, ഇതാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നോർത്ത്. അപ്പം ഇനിയിപ്പോ ഹരിയേട്ടൻ കാണിക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പം ആ ഒരു വിഷമമുണ്ട്, അല്ലാതെ വലിയ രീതിയിലായിട്ടൊരു കരച്ചിലൊന്നും കരയുന്നില്ല കേട്ടോ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ നമ്മുടെ കമലേനെയും ശിവനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ശിവനും കമലയും രാജീവനും ഉണ്ട് കേട്ടോ. രാജീവനും കൂടി ഇവരെ എങ്ങനെയെങ്കിലും കടപ്പാട്ടേക്ക് പറഞ്ഞു വിടണമല്ലോ. ആ പേരായിട്ട് കിട്ടുന്നില്ല. കടപ്പാട്ടൂർ അല്ലേ? കടപ്പാട്ടൂരിലേക്ക് പറഞ്ഞു വിടണമല്ലോ. അപ്പൊ അതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ കമല പറയുന്നുണ്ട്, ഇവിടെ നിന്ന് കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം ഇവിടെ നിന്ന്, അവരെ പറഞ്ഞയക്കുക. ഞാൻ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കട്ടെ എന്നൊക്കെ ഓർത്തതാ. ആ ബാലചന്ദ്രൻ ഒരു പാഠം പഠിക്കട്ടെ എന്നൊക്കെ ഞാൻ ഓർത്തതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ബാലചന്ദ്രൻ അല്ല ഇപ്പം പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളാ ഇപ്പൊ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശിവൻ പറയുമ്പോഴത്തേക്കും കമല ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ട ഇങ്ങനെ പറയുന്നത്? നമ്മൾ പാഠം പഠിച്ചത്? നമ്മൾ എന്ത് പാഠമാണ് പഠിച്ചത്?
തെറ്റുകാരൻ ബാലചന്ദ്രൻ തന്നെയല്ലേ? എവിടെയോ കിടന്നൊരു ജാരസന്ധിനെയും കൂട്ടിക്കൊണ്ട് വന്ന് വീട്ടിൽ പേക്കൂത്ത് നടത്തുന്ന അവനല്ലേ തെറ്റുകാരൻ? എന്നിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ അടങ്ങി നിൽക്കുന്നത്? ഗംഗേട്ടൻ വന്ന് എല്ലാവരുടെയും മനസ്സ് മാറ്റിയെടുത്തിരിക്കുകയാണ്. അല്ലെങ്കിലും ഗംഗേട്ടന് പണ്ട് മുതലേ അവനോട് ഇച്ചിരി പ്രിയം കൂടുതലാ, ആ ബാലചന്ദ്രനോട്. എന്റെ പൊന്നു കമലെ, നീ മിണ്ടാതിരിക്കുക. കഥ അറിയാതെ നീ ആട്ടം അടിക്കൊണ്ടിരിക്കുക. എങ്കിൽ പിന്നെ ആ കഥ ഇങ്ങോട്ട് പറഞ്ഞതാ, ഞാൻ കഥ അറിഞ്ഞിട്ട് ആട്ടമാടാം. എന്റെ പൊന്നു കമലെ, നിന്നോട് മിണ്ടാതിരിക്കാനാ പറഞ്ഞത്. രാജീവ, ഇവളോട് മിണ്ടാതിരിക്കാൻ പറ. അപ്പോഴത്തേക്ക് രാജീവൻ പറഞ്ഞു, ഏടത്തി ഒന്ന് മിണ്ടാതിരിക്കുക ഏടത്തി. അല്ല, ഏടത്തി പറയുന്നതിന് കാര്യമുണ്ട് ശിവേട്ട. എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല. ഇവിടെ നമുക്ക് എത്രത്തോളം കാലം അവരെ പിടിച്ചു നിർത്താൻ കഴിയും? ഗംഗേട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെ പിടിച്ചു നിർത്തുന്നതിന് ഒരു പരിധിയില്ലേ? അതുകൊണ്ടാ ഞാനും പറയുന്നത്, എത്രയും പെട്ടെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇവിടുന്ന് നേരെ കടപ്പാട്ടൂരിലേക്ക് തന്നെ കൊണ്ടുവിടുക. ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പോയാല് ബബിത ഇവിടെയാ നിൽക്കുന്നത്. അറിയാലോ, ഈ കാലത്തിലുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാ തോന്നുക, എന്തൊക്കെയാ അവർ ചെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് അച്ഛന്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വരുമ്പോ. അപ്പൊ കമല പറഞ്ഞു, അങ്ങനെ പറഞ്ഞു കൊടുക്കെന്റെ രാജീവ. അല്ലെങ്കിലേ ആ പെങ്കുച്ചിന് എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട്. അവൾ ഒരു ഫോണും എടുത്തോണ്ട് റൂമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിന്നരിച്ച് നടക്കുന്നത് കാണാം. ഈ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ നമുക്കറിയാലോ മറുഭാഗത്ത് ആരായിരിക്കുന്നത്. അവളുടെ കിന്നാരവും പഞ്ചാര വർത്താനവും കേട്ട് കഴിയുമ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് ആ പെണ്ണെങ്ങോട്ടേലും ചാടിപ്പോയി കഴിഞ്ഞാലേ കുറ്റം നമ്മുടെ പേരിലിരിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോ, എത്രയും പെട്ടെന്ന് കൊണ്ടാക്കുന്നത് തന്നെ നല്ലത്. ഗംഗേട്ടൻ പറഞ്ഞപ്പോ ഞാനും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഗംഗേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ്. അവരവരുടെ വീട്ടിലല്ലേ പോയി നിൽക്കേണ്ടത്. അതുകൊണ്ടേ എനിക്ക് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ശിവനല്ല, ശിവേട്ടനും രാജീവനും കൂടി പറയണം. എന്നിട്ട് ബാലചന്ദ്രൻ എടുത്ത് അവരെ കൊണ്ടാക്കണം. ഇനി അധിക ദിവസം ഇവിടെ നിൽക്കണ്ട. മാത്രമല്ല, ഉടനെ തന്നെ വൈജ ഹോസ്പിറ്റലിൽ നിന്ന് വരുമല്ലോ. അപ്പം അവരവിടെ വേണമല്ലോ. ബബിതയെ വൈജനെ നോക്കാന് ബബിതയും രോഹിത്തും ഒക്കെ അവിടെ വേണമല്ലോ. അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞയക്കാം, അത് തന്നെയാ നല്ലത്. അപ്പൊ ശിവനും പറഞ്ഞു, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എത്ര ദിവസം അവരിവിടെ നിർത്തും? പറഞ്ഞയക്കണം, ഉടനെ തന്നെ പറഞ്ഞയക്കണം. അതും നൈസായിട്ട് അവരെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കണം. കുട്ടികളല്ലേ, അവർക്ക് വാശിയും വൈരാഗ്യവും ഒക്കെ കൂടുതലാ. വേറെ ഒന്നുമല്ല, അവര് ബാലചന്ദ്രനെ ധിക്കരിച്ച് അലീനയോടുള്ള വാശിക്ക് ഇറങ്ങിപ്പോന്നതാ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ അഭിമാനത്തിന് ക്ഷതം തട്ടുന്ന രീതിയിൽ അവര് ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനെന്ന് നമ്മുടെ ശിവനും പറയുന്നുണ്ട്. ശിവനും ഇപ്പം ചിന്തിച്ച് തന്നെയാട്ടോ കൈകാര്യങ്ങൾ ചെയ്യുന്നത്. നേരത്തെ ഒരു ചാട്ടം ഉണ്ടായിരുന്നു നമ്മുടെ രാജീവിനെ പോലെ. ഇപ്പൊ രാജീവിനെ പോലെ എടുത്തുചാട്ടമൊന്നുമില്ല നമ്മുടെ ശിവനിപ്പം വളരെയധികം ബുദ്ധിപരമായാണ് കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ബാലചന്ദ്രന്റെ ഭാഗത്താണ് ശരി എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അങ്ങനെ നിൽക്കാനല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശിവനെല്ലാം ഒതുക്കി പിടിച്ചു നിൽക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്കും കമല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് നടക്കുന്നത്? നേരത്തെ നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ ചങ്ക് വിരിച്ചങ്ങ് ചെല്ലത്തില്ലേന്ന് ചോദിച്ചപ്പോൾ, ചങ്ക് വിരിച്ച് ചെന്നിട്ട് കുത്ത് കിട്ടുന്നതേ എന്റെ ചങ്കിനിട്ടായിരിക്കും, നിന്റെ ചങ്കിനിട്ടല്ലായിരിക്കും. നിനക്ക് ഇതല്ല ഇതിനപ്പുറവും പറയാൻ കമല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കമലയോട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ഇതേ സമയം വീണ്ടും കാണിക്കുന്നുണ്ട് നമ്മുടെ ബബിതയാണെങ്കിൽ ഒരു എത്തും പിടിയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ബബിതയോട് രോഹിത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടും രോഹിത്തിനോട് പറഞ്ഞിട്ടൊന്നുമില്ല. പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ. അങ്ങനെ രോഹിത് ആണെങ്കിൽ ഇങ്ങനെ പരക്കം പാച്ചിലോട് കൂടിയൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാജീവനും ശിവനും രോഹിത്തിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. രോഹിത്തിനെ വിളിച്ച് പറയുന്നത്, എത്ര ദിവസം എന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? സ്വന്തം വീട് നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഇവിടെ ഗംഗേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഇവിടുന്ന് പോകുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ രാജീവനാണ് ആദ്യം ചോദിക്കുന്നത്. കാരണം ശിവന്റെ വീട്ടിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ശിവൻ അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് രാജീവൻ ചോദിക്കുന്നത്. രാജീവൻ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും, എന്താ ഞങ്ങൾ നിങ്ങൾക്കൊരു ബാധ്യതയും ബുദ്ധിമുട്ടുമായിട്ട് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണോ രാജീവങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒരിക്കലും അതുകൊണ്ടൊന്നും അല്ല. നമ്മള് ഒരിക്കലും മറ്റേ ഉപ്പിലിട്ടത് ഉപ്പോളം വരില്ലല്ലോ എന്ന് പറയുന്നത് നമ്മളത് ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ വീട് കടപ്പാട്ടൂരാണ്, അവിടെ നിങ്ങളുടെ അച്ഛനുണ്ട്, പിന്നെ ഉടനെ തന്നെ നിങ്ങളുടെ അമ്മയും വരും. അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് നിങ്ങൾ പോകണ്ടേ? എത്ര ദിവസം വാശി കാണിച്ച് ഇവിടെ നിൽക്കും? ഒരു പീറ പെണ്ണിന് വേണ്ടി വാശി കാണിച്ച് കളയേണ്ടതാണോ രോഹിത്തെ? നീയും നിന്റെ അനിയത്തിയുടെ ജീവിതവും ഒക്കെ ഒരിക്കലും അങ്ങനെ കളയേണ്ടവരല്ല. നോക്കിക്കോ, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിലേ ഒരിക്കലും ഇറങ്ങിപ്പോകാതെ രണ്ടുപേരും ആ വീട്ടിൽ തന്നെ നിന്നേനെ. കാരണം അവർക്കറിയാം, നിങ്ങൾക്ക് അറിയത്തില്ലാത്തത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നിങ്ങളുടെ അച്ഛന്റെ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്കും ഉള്ളതാണ്. അത് അവർക്ക് മാത്രം വീതിച്ചു കൊടുക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. അപ്പൊ അച്ഛന്റെ അവകാശം പറഞ്ഞ് വീണ്ടും അങ്ങോട്ടേക്ക് കയറി ചെല്ലണോ? എന്റെ പൊന്നു രാജീവങ്ങളെ, എങ്ങനെ കയറി ചെല്ലാനാ? അവളെ വിളിച്ചിറങ്ങി പോകുന്നതാ. മാത്രമല്ല, കൃഷ്ണമോളോട് ഞാൻ പറഞ്ഞായിരുന്നു എന്റെ പട്ടി വരുന്ന. ഇനി അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, എല്ലായിടത്തും ഞങ്ങൾ ചമ്മി നാറി നിൽക്കും. നിങ്ങൾ എന്തൊക്കെയോ കളികൾ നടത്തുന്നുണ്ട്. അതൊന്നും എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പെട്ടെന്ന് ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് എന്നെയും
ബബിതയും വിളിച്ചിറക്കിക്കൊണ്ട് കമല ആന്റിയും അതുപോലെ ശിവനങ്കിളിനും കൂടെ വന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവിടുന്ന് പോകാനും പറയുന്നു. ഇവിടെ എന്തൊക്കെ കളികളാണ് നടക്കുന്നത്, ഒന്നും മനസ്സിലാകാഞ്ഞിട്ടാ ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അഭിമാനം അതെനിക്ക് തകർക്കാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ വേറെ എങ്ങോട്ടേലും പോവും. എന്റെ അമ്മ വരാതെ ഞങ്ങൾ പോവില്ല. അമ്മ വന്നിട്ട് നിങ്ങൾ പോയാലും മതി. അമ്മ ഉടനെ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തൂലോ. വീട്ടിലോ? അമ്മ ഇങ്ങോട്ടല്ലേ വരുന്നത്? അമ്മ പോകുന്നത് കടപ്പാട്ടൂരിലേക്ക് തന്നെ ആയിരിക്കും. ഇങ്ങോട്ടല്ല മക്കളെ, ഇങ്ങോട്ടേക്കല്ല നിങ്ങളുടെ അമ്മ വരുന്നത്. ഇങ്ങോട്ടേക്ക് നിങ്ങളുടെ അമ്മ വരാൻ ഞങ്ങൾ സമ്മതിക്കത്തുമില്ല. നിന്റെ അമ്മയുടെ വീട് ഇപ്പൊ കടപ്പാട്ടൂര് തന്നെയാണ്. ഈ വീട് ശിവാങ്കിളിന്റെയും കമലാന്റിയുടെയും വീടാണ്. അപ്പൊ നിന്റെ അമ്മ എവിടെയാ പോകേണ്ടത്? ഓ, അപ്പം അമ്മേനെ നൈസായിട്ട് ഒഴിവാക്കുകയാണല്ലേ? അമ്മേനെ ഒഴിവാക്കിയതൊന്നുമല്ല, ഒരു യാഥാർത്ഥ്യം പറഞ്ഞത് തന്നെയാ. ഒരു യാഥാർത്ഥ്യം, അത് നിങ്ങൾ മനസ്സിലാക്കണം. കടപ്പാട്ടൂര് നിങ്ങളുടെ അച്ഛനുണ്ട്, നിങ്ങളുടെ അവകാശങ്ങളുണ്ട്, നിങ്ങളുടെ വീട് അവിടെയാണ്. നിങ്ങൾക്ക് അവിടെ നിൽക്കുന്നത്രയും സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവും ഇവിടെ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ബബിത പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. ഇവിടെ നിൽക്കുന്നവർക്ക് എല്ലാം കൊണ്ടും പേടി കാണും. ഓ, എനിക്ക് മനസ്സിലായി, എല്ലാം മനസ്സിലായി. ഞങ്ങളിപ്പോ കടപ്പാടൂരിലേക്ക് പോകണം, അതായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം. അതിനുവേണ്ടി തന്നെ ഗംഗാധരനങ്ങൾ വന്ന് നിങ്ങളെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പം എന്റെ അച്ഛന്റെ കൂടെയാണല്ലോ എല്ലാവരും നിൽക്കുന്നത്. അയാൾ തെറ്റ് ചെയ്തിട്ട് അയാളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ പെങ്ങളെയല്ലേ അയാൾ ദ്രോഹിച്ചിരിക്കുന്നത്? നിർത്ത്, മതി. ശിവരാട്ടോ വന്ന് പറയുന്നത്. നിർത്ത്, മതി. അതിര് കടക്കുന്നു രോഹിത്തെ. മക്കള് പറയാനുള്ളത് മക്കള് പറയും. അത് മക്കള് പറഞ്ഞു. പക്ഷേ വലിയവരുടെ കാര്യത്തിൽ കയറി ഇടപെടുകയോ പറയുകയോ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഞാൻ തന്നെയാണ് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇപ്പൊ ഞാൻ തന്നെയാണ് ആ വായും കൊണ്ട് പോകാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ പോയേ പറ്റത്തുള്ളെന്ന്. വീണ്ടും രോഹിത്തിന് ദേഷ്യം വന്ന് രോഹിത് അങ്ങ് പോവുകയാണ്. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് ഹരിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ട്. ഇനി അധികം ദിവസം നമ്മുടെ ബബിത ഇവിടെ ഉണ്ടാവില്ല എന്ന്. ഏതായാലും ബബിത ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഹരി മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാനും പോകുന്നില്ല. ഹരിയുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ഹരിക്ക് എങ്ങനെയെങ്കിലും ബബിതേനെ ഒന്നിച്ചിരി കിട്ടണം. അപ്പൊ അതുകൊണ്ടുള്ള ആ ഒരു ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പൊ ആ ഒരു ഇതിലാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ഗ്രേസിനെയും മാമച്ചനെയും രേവതിക്കുട്ടീനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഗ്രേസിക്ക് മാമച്ചനും പേടിയുണ്ട്, രേവതിക്കുട്ടി പോയാൽ പിന്നെ തിരിച്ചു വരുമോ എന്ന്. അങ്ങനെ രേവതിക്കുട്ടിയെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് രേവതിക്കുട്ടി മറ്റേ ഈ പാറി പറന്ന് പറവ് നടക്കുന്ന പോലെ നടക്കുകയാണല്ലോ. അങ്ങനെ രേവതിക്കുട്ടി സ്റ്റേഗേഴ്സിന്റെ ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രേസി ചോദിക്കുന്നുണ്ട്, ഓ, എങ്ങോട്ടാടി നീ തുള്ളിച്ചാടി പോകുന്നത്? ഓഹോ, എനിക്ക് തുള്ളിച്ചാടത്തില്ലേ? അതെ, ഞാൻ വെറുതെ തുള്ളിച്ചാടി നടക്കുന്നതാ. തുള്ളിച്ചാടി നടക്കുന്നത് കണ്ടില്ലേ? കൊഞ്ചു പോലെ ഇരുന്ന പെണ്ണ വളർന്നിപ്പൊ തൊലിയൊക്കെ വെച്ച് മിടുക്കത്തി ആയല്ലോ. ആണോ? ഞാന് കൊഞ്ചു പോലെയാണോ ഇരുന്നത്? ഇപ്പൊ ഞാൻ മിടുക്കത്തി ആയോ? അതെ, അത് ആരുടെ കഴിവാണെന്ന് ഓർത്തോണ്ടാ. അതാരുടെ കഴിവാ? ഈ വീട്ടിലെ നിങ്ങളുടെ കഴിവ് തന്നെ. നിങ്ങളുടെ ചോറ് തിന്നിട്ടല്ലേ ഞാൻ ഇത്രയൊക്കെ വളർന്നു വലുതായത്. അതെനിക്ക് അറിയാൻ ഗ്രേസി ആന്റി. ആ നന്ദി എന്നും ഉണ്ടാകും. ആ നന്ദി നിന്നോട് നന്ദി പറയാൻ വേണ്ടിയോ നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയോ ഒന്നുമല്ല ഇതൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അറിയാലോ മോളെ, ഇപ്പം ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല. ഞങ്ങളുടെ സ്വപ്നവും എല്ലാം നീ തന്നെയാ. നീ ഇല്ലാത്ത ഈ വീട് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഓ, എന്താ ഗ്രേസി ആന്റി ഇപ്പൊ പറ്റിയത്? ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടോ? നിങ്ങൾ ഇവിടുന്ന് ആട്ടി പായിച്ചാലും ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? പിന്നെ എപ്പോഴും ഇത് പറയേണ്ട കാര്യമുണ്ടോ? പറയണം, എപ്പോഴും ഇത് പറയണം. മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല മോളെ. അറിയാലോ, ഞങ്ങള് സത്യം പറഞ്ഞ മരുഭൂമിയിൽ കിടക്കുന്ന ആ ഒരു കരിഞ്ഞു കിടക്കുന്ന ആ ഒരു ഇതുപോലെയായിരുന്നു. പക്ഷെ നീയാണ് വന്ന് ഞങ്ങളെ നനച്ച്, സത്യം പറഞ്ഞാല് ഒരു ചെടി നനച്ച് ആ ചെടിക്ക് ജീവൻ വെക്കുന്നത് പോലെ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നീ ഒരാള് കാരണം മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും നിന്നെ ആരുടെയും കൂടെ പറഞ്ഞയക്കാനോ ഒന്നും ഞങ്ങൾക്ക് പറ്റില്ല. ബന്ധങ്ങൾ ഏത് സൈഡിൽ നിന്നും വരാം. ആ ബന്ധങ്ങൾ വരുമ്പം ചിലപ്പം ഈ ബന്ധങ്ങളൊക്കെ നീ മറന്നേക്കാം. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഗ്രേസി ആന്റി, ഈ വക കാര്യങ്ങൾ എന്നോട് സംസാരിക്കരുത്. എന്ത് ബന്ധങ്ങള്? ചോരക്കുഞ്ഞായപ്പം വലിച്ചെറിഞ്ഞിട്ട് പോയ ബന്ധങ്ങൾ ഇനി വന്നു കഴിഞ്ഞാല് ഈ രേവതി നന്ദിയില്ലാതെ അവരുടെ പുറകെ പോകുന്നാണോ ഗ്രേസി ആന്റിയുടെ വിചാരം? ഒരിക്കലും ഈ രേവതി അങ്ങനെ പോവില്ല. നന്ദിയില്ലാത്തവരെ തിരിച്ചറിയാൻ എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ എനിക്ക് നന്ദിയുണ്ട്. എനിക്ക് ആ ഒരു നന്ദി മറന്നിട്ട് ഒരിക്കലും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഞാനെന്നും ഈ ഗ്രേസി ആന്റിയുടെ രേവതിക്കുട്ടിയായിട്ടും മാമച്ചനങ്ങളുടെ രേവതിക്കുട്ടിയായിട്ടും നിങ്ങളുടെ കാര്യം നോക്കി ഇവിടെയാ ജീവിക്കുന്നത്. അത് തന്നെ ആയിരിക്കും എന്റെ മരണം വരെ നിങ്ങൾ എന്റെ കൂടെ വേണം. കാരണം ഞാൻ അനുഭവിക്കാത്ത സുഖ സൗകര്യങ്ങളൊക്കെ എനിക്ക് തന്നത് നിങ്ങളല്ലേ. എന്നെ ഇവിടെ കൊണ്ടുവന്നു. ആദ്യം ഒരുപാട് പേടിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്. ആദ്യം ഗ്രേസി ആന്റിനെ കണ്ടപ്പോ ഗ്രേസി ആന്റി ഭൂതനെയാണെന്നാ കരുതിയത്. പിന്നെ പതിയെ എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി എന്റെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് എന്നെ നിങ്ങൾ ആദ്യം ഈ ഡൈനിങ് ടേബിളിൽ കൊണ്ടിരുത്തി. ആദ്യമായിട്ട് ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ഞാൻ ഇവിടെ വന്നതിൽ പിന്നെയാ. വിലപിടിപ്പുള്ള ഒരു ഡൈനിങ് ടേബിളിൽ ഇതുവരെ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു.
അതുപോലെ ആദ്യമായിട്ട് വിലപിടിപ്പുള്ള ഡ്രസ്സ് ഇടുന്നത് ഞാൻ ഇവിടെ വന്നതിൽ പിന്നെയാ, ആദ്യമായിട്ട് ഗോൾഡ് ഇടുന്നത് ഞാൻ ഇവിടെ വന്നതിൽ പിന്നെയാ, ആദ്യമായിട്ട് ഭക്ഷണം, അതും നല്ല ഭക്ഷണം കഴിക്കുന്നത്, വയറ് നിറച്ച് കഴിക്കുന്നത് ഞാൻ ഇവിടെ വന്നതിൽ പിന്നെയാ. അതൊക്കെ മറന്നിട്ട് ഈ രേവതി പോകുന്നാണോ ഓർക്കുന്നത്? ഇല്ല, ഒരിക്കലും ഈ രേവതിക്ക് നന്ദികേട് കാണിക്കാൻ അറിയില്ല. ഇനി മേലാൽ ഈ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ഈ രേവതിയുടെ കയ്യിൽ നിന്ന് കിട്ടും. മര്യാദയ്ക്ക് ഏതെങ്കിലും മൂലയ്ക്ക് പോയി ഇരുന്നോ, ഭരിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങ് പോവാണ് കേട്ടോ. രേവതി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ അടക്കി പിടിച്ച് നിർത്തുകയാണല്ലോ. എന്നാൽ ഈ സീനൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരി ഇങ്ങനെ ബബിതേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മുടെ ഹരിയുടെ അടുത്തേക്ക് ബബിത പോവുകയാണ്. റൂമിൽ ചെല്ലാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ റൂമിന്റെ അകത്തേക്ക് ബബിത കയറി ചെന്നു. ബബിത കയറി ചെന്നതും നമ്മുടെ ഹരി ചോദിച്ചു, അതെ ബബിതെ, പേടിച്ചു പോയോ? പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഈ ഹരിയേട്ടൻ എന്ത് ചെയ്യാനാ? അല്ല, നിനക്കിപ്പം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ തീർന്നില്ലേ നിന്റെ പ്രശ്നം? അതെ, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ തീർന്നെന്റെ പ്രശ്നം. നീ കാല് പിടിക്കുക ഹരിയേട്ട. ഹരിയേട്ട പ്ലീസ് ഹരിയേട്ട, ഇതാരും അറിയരുത്. ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കള ഹരിയേട്ട, പ്ലീസ് ഹരിയേട്ട. ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാന്നേ, ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞത് ചെയ്തിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ദേ ഇങ്ങനെ എന്തെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചെനിക്കും നീ ഉപകാരം ചെയ്യണം. അതെ, നീ +1 തുടങ്ങിയ ബന്ധമല്ലേ ആ കാമുകനുമായിട്ട്? അതെ, +1 മുതൽ തുടങ്ങിയതാ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ച് അങ്ങോട്ട് ഗ്രോത്ത് ആയി കാണുമല്ലോ എല്ലാ രീതിയിലും. ഏയ് അങ്ങനെയൊന്നുമില്ല, ഞങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ കറങ്ങാനൊക്കെ പോകും. വേറൊന്നും ഇല്ലല്ലേ? എന്നിട്ടാണോ ഈ വീഡിയോയിൽ ഇതൊക്കെ കാണുന്നത്? അല്ല, ആ കാട്ടിനകത്ത് വെച്ച് നിങ്ങള് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അതൊക്കെ പോട്ടെ, ദേ നീ നിന്റെ കാമുകനുമായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നില്ലേ? എനിക്ക് വേറൊന്നുമല്ല നിന്നോട് ചോദിക്കാനുള്ളത്. നീ നിന്റെ കാമുകന് കൊടുത്തില്ലേ, അതെല്ലാം നീ എനിക്കും കൂടി തരണം. അങ്ങനെയാകുമ്പം ഞാനിതൊരിക്കലും പുറത്ത് കാണിക്കില്ല. ഹരിയേട്ടൻ എന്താ പറയുന്നത്? ഹരിയേട്ടൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? അതേന്നേ, നീ നിന്റെ കാമുകന് കൊടുത്തതൊക്കെ എനിക്കും കൂടി തരണമെന്ന്. അതായത് നിന്നെ തന്നെ നീ എനിക്ക് തരണമെന്ന്. ഇതെന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാ. ആ ആഗ്രഹം സാധിക്കാൻ ഒരു വഴി കിട്ടിയപ്പം ഞാൻ അത് തട്ടിത്തെറിപ്പിക്കണോ ബബിതെ? എനിക്ക് നിന്നെ വേണം. എനിക്കൊരു ദിവസമെങ്കിലും നിന്നെ വേണം. ഇത് കേട്ടത് നമ്മുടെ ബബിതയുടെ സമനില അങ്ങോട്ട് തെറ്റുകയാണ് കേട്ടോ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്തൊക്കെ ഹരിയേട്ട ഈ വിളിച്ചു പറയുന്നത്? നമ്മുടെ ബന്ധം എന്താണെന്ന് ഹരിയേട്ടന് അറിയാലോ, എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കുന്നേ? നിന്നെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. കാരണം ഇത് വെളിയിൽ പോയി കഴിഞ്ഞാൽ നാണക്കേട് നിനക്കാ. പിന്നെ എന്നോട് സഹകരിച്ചു കഴിഞ്ഞാലേ അതാരും അറിയാൻ പോകുന്നില്ല. നമ്മൾ രണ്ടും മാത്രമേ അറിയാൻ പോകുന്നുള്ളൂ. അത് ചെവി അറിയത്തില്ല. ഇതൊക്കെ വലിയ തെറ്റൊന്നും അല്ല ബബിതേ. ഇതൊക്കെ തെറ്റായിട്ട് നീ കാണരുത്. ഇതൊന്നും ഒരിക്കലും തെറ്റല്ല. ഈ യുഗത്തില് ഇതൊക്കെ തെറ്റാന്ന് പറയുന്ന നീ വെറും പൊട്ടിയല്ലേ. നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ വേറെ ആരും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന വഴിക്ക് നീ വരണം. ഒരു ദിവസം മതി. ഇത് കേട്ടത് വീണ്ടും പൊട്ടിക്കരയാണ് കേട്ടോ. മൂക്കിൽ നിന്നൊക്കെ സ്രവം വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ണീരൊക്കെ വന്ന് നിൽക്കുന്ന ബബിതയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്താണ്. രേവതിയുടെയും സച്ചിയുടെയും കഥ ജിൽജിൽ ചിന്നിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ കാണാത്തവരാണെങ്കിൽ ഓടിപ്പോയി കണ്ടുള്ളൂ. അപ്പൊ ടാറ്റ ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.